ഇത് ഹായ് ഹലോ, ഇന്ന് നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കും. എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ഇങ്ങനെയാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ കെട്ടക്കും. അപ്പോൾ പൊന്നു പറഞ്ഞു ഇങ്ങനെ പൊക്കി കെട്ടേണ്ട കൊട്ടോ കൊള്ളുമില്ലെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാണ്, എനിക്കിങ്ങനെ കെട്ടിയാലും ഒരു കോൺഫിഡൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ കെട്ടി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ സഹിച്ചോ എല്ലാവരും. ഇതിലുണ്ടല്ലോ, ഇതിൽ മല്ലിയില, പുതിനയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാല ഇതെല്ലാം കൂടെ അരച്ച് വെച്ചേക്കുന്നതാണ്. ഇത് പൊന്നു പറഞ്ഞു തന്നതാണ് കേട്ടോ. പട്ട, ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം ഇട്ട് കൊടുക്കാവേ. ഇച്ചിരി കുരുമുളകും ഒക്കെ ഉണ്ട്. ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ചോറ് വയ്ക്കണം കേട്ടോ, ബിരിയാണി ചോറ് അല്ല, ബിരിയാണി ചോറ് മതി. കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇത്രയും എടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. ലാസ്റ്റ് ഈ കളർ ചേർക്കത്തില്ലേ, എനിക്കത് കളർ ചേർക്കാൻ ഇഷ്ടമില്ല. ഇനി നമുക്ക് ഉപ്പിടാം. കുറച്ച് കല്ലുപ്പിടാം കേട്ടോ. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാവേ. ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഗ്രേവിക്ക് വേണ്ടിയിട്ട് അരച്ച് വെച്ചതാണ്. ഇത് നെയ്യ് ഒഴിക്കുക. കുറച്ച് നെയ്യ് ഒഴിക്കാം. ചൂടായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇടാം. വെളുത്തുള്ളി, സവാളയും ടൊമാറ്റോയും ഇതും ഇട്ട് കൊടുക്കുക. പച്ചമുളക്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് ഇനി ഇതിൽ ഈ ചേച്ചേക്കുന്നോട് ഒഴിക്കാം കേട്ടോ. ഇത് ഇനി ഇത് ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചിട്ടൊന്ന് മാറ്റാം. പൊളി പൊളി പൊളി. ഉപ്പുണ്ടോ നോക്കട്ടെ. അടിപൊളി. മസാല മാത്രം കഴിച്ചത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ശരിയാട്ടാ. മസാല മാത്രം കഴിച്ചാൽ ചിക്കൻ ഇട്ടിട്ട് ചപ്പാത്തിയുടെ കൂടെ. ഇത് കൊള്ളാം. പൈനാപ്പിളിൻ്റെ എസൻസ് ഒഴിക്കുന്നതിനേക്കാൾ നല്ലതാണ്.
പൈനാപ്പിളിൻ്റെ ഫ്ലേവർ കാണുന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ചോറ് വേവിക്കില്ലേ, അതിൽ കൂടെ ഇട്ട് വേവിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിൽ കൂടെ ഇട്ടാലും മതി. എനിക്ക് ഈ എസൻസും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. ഇനി മറ്റേ പ്ലാസ്റ്റിക് ദമ്മിടുന്ന പ്ലാസ്റ്റിക് വേണം. ദമ്മിട്ടു. ഇനി നമുക്ക് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാം. അങ്ങനെ ബിരിയാണി റെഡി. അധികം മസാല ഇല്ലാത്ത ബിരിയാണി റെഡി. ഹായ്. ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൈക്കിൻ്റെ ചാർജ് തീർന്ന സ്വിച്ച് മൈക്ക് ഓഫായിപ്പോയി. അപ്പോൾ ഇത്രയും ഭാഗം വോളിയം ഇല്ലാതെയാണ് ഇരിക്കുന്നത്. അപ്പം പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന്. പക്ഷെ ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.